നമ്മുടെ ആരാധനയിലെ പ്രധാന ഭാഗം അതാണ്. എനിക്കതാണ് ഇന്ന് പ്രത്യേകം ഓർമ്മിക്കുവാനുള്ളത്. കൂടി വരുമ്പോഴൊക്കെയും അത് ചെയ്യുവീൻ. കുരുവിയോട് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുവന്ന പൊടിയടിച്ച് ഭക്ഷണം കഴിക്കും. കർത്താവിന്റെ മേശയിൽ ഇന്ന് ചില സഭകളിൽ മാസത്തിൽ ഒരിക്കലായിരിക്കും. ചിലടത്ത് കമ്മിറ്റി അംഗങ്ങളെ അനുവാദം കൊടുക്കണം. ഞാൻ ഈ പൊതു ശുശ്രൂഷയിൽ ചെല്ലുന്നുകൊണ്ട് പറയുക, വലിയ പ്രതീക്ഷയോടെ ഞാൻ ചെല്ലും. ചിലർക്ക് തിരുമേശയില്ല. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നമ്മളെ ഒരു സദ്യക്ക് വിളിച്ചു, ഇലയിട്ടു, വരുന്നവരെല്ലാം അച്ചാറും തോരനും മീൻകറി ഇറച്ചി എല്ലാം വിളമ്പി. സദ്യ ചേച്ചി മാൻ പറഞ്ഞാലോ ചോറില്ലേ, ഇലക്കായിട്ട് പ്രധാനപ്പെട്ട ചോറ് കാണുന്നില്ല. സദ്യ ഉണ്ടാവും. യാഗപീഠമുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, വിറകുണ്ട്. യാഗകുഞ്ഞാണ്ട് എവിടെ? ആട്ടുംകുട്ടി എവിടെ? ഒരു മീറ്റിംഗ് പോലെ ഉള്ള കത്തുവേഷയില്ലാത്ത ആരാധന കൂടി വരുമ്പോഴൊക്കെ ഇത് ചെയ്യാൻ ഉള്ളതാണ്. ഇത് പാലിക്കുന്നില്ല. ചില ശുശ്രൂഷകന്മാർക്ക് ഭാരമാണ്. കമ്മിറ്റിക്കാർ പറഞ്ഞു മാസത്തിൽ ഒന്ന് മതിയെന്ന്. കമ്മിറ്റിക്കാരുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അത് ശുശ്രൂഷകനെ ഫലമേൽപ്പിച്ചിരിക്കുന്നതാണ്. ശുശ്രൂഷകന്റെ ഉത്തരവാദിത്വമാണ്. എന്റെ ഡ്യൂട്ടിയിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന് ധൈര്യമായി പറയണം. ആട്ടുംകുട്ടിയില്ലാത്ത ഒരു യാഗമുണ്ടോ? കർത്താവിന്റെ മേശ കൂടി വരുമ്പോൾ എല്ലാവർക്കും സൗകര്യപ്രദമായ ആ ഉയർപ്പിൻ ജനത്തിൽ കൂടി വരുമ്പോൾ നമ്മുടെ കർത്താവിന്റെ അനുഭവങ്ങളെ ഓർത്ത് ആ ശുശ്രൂഷയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത ശേഷം അതോടെ ബന്ധപ്പെട്ടതാണ് സങ്കീർത്തനം, സാക്ഷ്യങ്ങൾ, പ്രബോധനങ്ങൾ, മറ്റെല്ലാം നല്ല ഗമമായി നടക്കുന്നു. വാദ്യസാമഗ്രികളെല്ലാം പഠിച്ചു പാടുന്നു. താർപ്പൻ സാക്ഷി, ഇതിനെല്ലാം അവസരമുണ്ട്. തിരുമേശ എവിടെ? ആട്ടുംകുട്ടി എവിടെ? 2020 എനിക്ക് ഓർമ്മിക്കുവാനുള്ളത്, കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാരും സഭാസേവനത്തിൽ ഇരിക്കുന്നവരെല്ലാവരും കർത്താവിന്റെ മേശയോടുകൂടെയുള്ള ആരാധന നിർവഹിക്കപ്പെടാൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് എനിക്ക് ഒന്നാമതായി ഓർപ്പിക്കുവാനുള്ളത്. രണ്ടാമതായി എനിക്ക് ഓർമ്മിക്കാനുള്ളത്, അപ്പം നുറുക്കി അവർക്ക് കൊടുത്തതിലെ ആത്മീയ ഉന്നതൽ മാത്രമാണ്. ഇവിടെ മേശമേൽ അപ്പം സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഒരു അപ്പമായിരിക്കുകയാണ്. നിയമിക്കപ്പെട്ട കർത്തദാസൻ അത് കരങ്ങളിൽ നുറുക്കും. നുറുക്കപ്പെടുന്ന ശരീരം എന്റെ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും ഞാൻ നുറുക്കപ്പെട്ടു. അപ്പം നുറുക്കപ്പെട്ടു. ശക്തിയായി കുറിച്ച് പറയേണ്ടതാണ്. ഞാൻ നുറുക്കപ്പെടേണ്ട സ്ഥാനത്ത് എങ്ങനെയാ കർത്താവ് നുറുക്കപ്പെട്ടത്? മുതൽ കാൽവരി ക്രൂശ് വരെയും പങ്കപാടുകൾ സഹിച്ചു. ശക്തന്മാരായിരിക്കുന്ന റോമൻ പടയാളികൾ അവരുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാറിനാൽ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്, അതിന്റെ അഗ്രത്തെ വലിയ നീളത്തിൽ അസ്ഥികഷണമുണ്ട്, ഈയക്കട്ടിയുണ്ട്, ഇരുമ്പ് ചൂണ്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് പിരിച്ചതാണ്. ശക്തനായ ഒരു പടയാളി പുറത്തടിക്കുമ്പോൾ അസ്ഥികഷണത്തിന്റെ ഒരടിയും ഇരുമ്പ് ഉണ്ടയുടെ ഒരു ഇടിയും ഇരുമ്പ് ചൂണ്ട പറിച്ചിട്ട് നിരപ്പേ കിടന്നതായിരിക്കുന്ന ഒരു നിലത്തിൽ ഒരു ഒഴിവുകാരനിറങ്ങി കലമ്പകാട്ട് ഉഴുതുമറിക്കുന്നത് പോലെ വലിച്ചെടുക്കുമ്പോൾ രണ്ട് സൈഡിലേക്ക് മാംസം അതേ ധാരധാരയായി രക്തം വമിക്കുകയാണ്. ആ മുറിവിലേക്ക് തന്നെയാണ് വീണ്ടും മർദ്ദിക്കുന്നത്. അപ്പം നുറുക്കപ്പെടുകയാണ്. ശാപത്തിന്റെ ഫലമായി ഉണ്ടായ മുൾക്കിരീടം തലയിലിരിക്കുന്നു. കോൽ വെച്ചടിക്കുമ്പോൾ ഇരുമ്പാണി അടിച്ചിറക്കുന്നത് പോലെ അതേ തലയോട്ടിയെ ഭേദിച്ച് അതിറങ്ങി ധാരധാരയായി രക്തം വമിക്കുന്നു.
129 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, എന്റെ പുറമെല്ലാം അവരുഴുതു, എന്റെ മുഖത്തവരെ തുപ്പി, കൗൾത്തടങ്ങളിൽ നിന്ന് രോമങ്ങൾ പറിച്ചെടുത്തു. നിങ്ങളാ ഇരിപ്പിൽ ഇരുന്ന് നോക്കുക, ഒരു മുടിയെ പിടിച്ചൊന്ന് വലിച്ചു നോക്ക്, വേദന ഉണ്ടോന്നറിയാം. താടിയുള്ളവരും ഉണ്ടല്ലോ, ഒന്ന് പിടിച്ചു നോക്കി. കൗൾത്തടങ്ങളിൽ നിന്ന് രോമങ്ങൾ പറിച്ചെടുക്കുമ്പോൾ അവന്റെ സൗന്ദര്യം തേജസ്സെല്ലാം വിരൂപമായി മാറി. പാപനിമിത്തം രൂപഗുണമില്ലാതിരുന്ന നമ്മെ തേജോപൂർണ്ണരാക്കുവാൻ അവൻ നിരൂപിയായി തീർന്നു. മത്തായി സുവിശേഷം 27 ഇങ്ങനെ വായിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം അവന്റെ തലയിൽ വെച്ചു, വലം കൈയിൽ ഒരു കോല് കൊടുത്തു, മുൻപിൽ മുട്ടുകുത്തി. ഇതനുഭവിച്ച കർത്താവ് നമുക്ക് വേണ്ടി ഇത് അനുഭവിച്ചെങ്കിലും വലിയൊരു പ്രത്യാശ നമുക്കുണ്ട്. അനേകം രാജമുടികൾ അവന്റെ തലയിൽ ചൂടിയിറങ്ങി വരും. വേറൊരു അമ്പ് കയ്യിൽ കൊടുത്തതാണ്. 2-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ഇരുമ്പുകോൽ കയ്യിൽ എടുത്തിട്ട് കുശവന്റെ പാത്രം പോലെ സകല ശത്രുക്കളെയും തകർത്ത് ധരിപ്പണമാക്കും. കോലിരുന്ന കയ്യിൽ ഇരുമ്പുകോൽ. പരിഹാസത്തിന്റെ ജൈവിളി അവൻ കേട്ടു, പരിഹസിച്ചു. എന്നാൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാലെല്ലാം അവന്റെ മുൻപിൽ മടങ്ങും. പരിഹസിച്ചാൽ മുട്ടുകുത്തിയതാണ്. സ്വർഗത്തിലെ ദൈവം പിന്നതിന്റെ മഹിമയായത് മാറ്റി. ഒന്നാമത് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങൾ മുതൽ കഷ്ടസമ്പൂർണമായ അവസ്ഥയിലൂടെ കടന്നുപോയി. എന്നാൽ പിന്നതിന്റെ മഹിമ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ കാണുന്നത് മുഴുവൻ പിന്നതിന്റെ മഹിമയാണ്. കരങ്ങളിലേക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനുഭവിക്കേണ്ട വിധകളെല്ലാം നമുക്ക് വേണ്ടി അനുഭവിച്ചു. ആ അപ്പം മുറുക്കി, പുറത്തുനിന്ന് രക്തം വമിക്കുന്നു, തലയിൽ നിന്ന് രക്തം വമിക്കുന്നു, കൈകാലുകളാണ് കേൾപ്പിച്ചു രക്തം വമിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവാകുന്ന ആ ജീവന്റെ അപ്പത്തെ നുറുക്കി, കഷണങ്ങളാക്കി നുറുക്കി, പഞ്ചമുറികളിൽ ധാരധാരയായി രക്തം വമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. കർത്താവിന്റെ ദാസൻ അപ്പം കരങ്ങളിലേക്ക് മുറിക്കുമ്പോൾ ഓർത്തോണം, എന്റെ കർത്താവ് അനുഭവിച്ച മരണപ്പാടുകൾ. നമ്മുടെ ആളുകൾ അവന്റെ ശരീരത്തെ തകർത്തു, രക്തം ധാരധാരിയായി വമിച്ചു. ആ രക്തത്തിന്റെ ഫലമാണ് നാം ഇന്നിവിടെ ഇരിക്കുവാൻ കാരണമായി തീർന്നത്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കൽ വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നവണ്ട്. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശു ക്രിസ്തു ദൈവത്തിന് മനുഷ്യന്റെ മധ്യസ്ഥനായി വന്നു, നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നു. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, ഇത് മുഴുവൻ ഞാൻ അനുഭവിക്കേണ്ട സ്ഥാനത്ത് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അനുഭവിച്ചു. ആ ദൈവ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറയപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ശരിയായ നിലയിൽ ഒരു പരിശോധന കഴിച്ചിട്ട് വേണം ഇതിൽ സംബന്ധിപ്പാൻ. അല്ലെങ്കിൽ തിരുവചനത്തിൽ വായിക്കുന്ന പോലെ ബലഹീനരും രോഗികളും പിന്നീട് നിദ്രയിലേക്കും പ്രവേശിക്കും. ഇത് സംഭവിക്കരുത്. ഹിസ്കിയാ രാജാവിന്റെ നവീകരണ കാലം വന്നപ്പോൾ അവര് പെസഹ അനുഷ്ഠിച്ചു. 2 ദിനവൃത്താന്തം 30-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കും. വിശുദ്ധീകരണം പ്രാപിക്കാതെ അനേകരെ അതിൽ സംബന്ധിച്ചു. പരിണിത ഫലം സംബന്ധിച്ചവരെ, വിശുദ്ധീകരണം പ്രാപിക്കാതെ സംബന്ധിച്ചവരെല്ലാം രോഗികളായി മാറി. ആ കർത്തദാസൻ ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യമാക്കി എന്ന് നാം വായിക്കുന്നു.